മക്കളെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ വിൻഡോസ് ഓഫ് നോളജിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഇതിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചു തീർക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രം പകർത്തി വരയ്ക്കുക അല്ലെ. ചിത്രം പകർത്തി വരയ്ക്കുക, ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, ഓരോന്നിന്റെയും ധർമ്മങ്ങൾ എഴുതുക അല്ലെ. അപ്പൊ നോക്കടാ, ക്വസ്റ്റ്യൻ എന്താണ്? ദൃഢപടലത്തിന്റെ സുതാര്യമായിട്ടുള്ള മുൻഭാഗം, അതായത് എന്താണ്? ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ അല്ലെ. സ്ക്ലീറയുടെ ആന്റീരിയർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ് മക്കളെ? കോർണിയയാണ്. ഏതാണ്? കോർണിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം. ഒരു ബിന്ദു ആണല്ലേ. ഏത് ബിന്ദുവാണ്? പീത ബിന്ദുവാണോ അന്ധബിന്ദുവാണോ? ഏത് ബിന്ദുവാടാ? പീത ബിന്ദു ആണ് അല്ലെ. എന്താണ്? പീത ബിന്ദു. അല്ലെങ്കിൽ എന്താ മക്കളെ? യെല്ലോ സ്പോട്ട് ആണ്. ഏതാണ്? യെല്ലോ സ്പോട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം. അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ഐറിസ്. ഏതാടാ? നമ്മുടെ ഐറിസിന്റെ സെന്റർ ഭാഗത്ത് കാണുന്നത് ഏതാണ്? പ്യൂപ്പിൾ ആണ്. ഏതാണ്? പ്യൂപ്പിൾ. ഇപ്പൊ 3 ക്വസ്റ്റ്യനും കിട്ടി. ഏതൊക്കെയായിരുന്നു? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആന്റീരിയർ പാർട്ട് ഏതാണ്? കോർണിയ ആണ് അല്ലെ. പിന്നെ ഏതാണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് കാണുന്ന ഭാഗം ഏതാണ്? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ ഏതാണ്? പീതബിന്ദു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സുഷിരം അല്ലെ. ഐറിസിന്റെ സെന്ററിലുള്ള അപ്പർച്ചർ അല്ലെങ്കിൽ എന്താണ്? സുഷിരം. ഏതാണ് മക്കളെ? പ്യൂപ്പിൾ ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മക്കൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? കണ്ണ് കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മുടെ കണ്ണ്, ഈ ടോർച്ചിന്റെ ലൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങും അല്ലെ. കാരണം എന്താണ്? ആ പ്രകാശത്തിനെ സ്വീകരിക്കാൻ ആർക്ക് കഴിയില്ല? നമ്മുടെ പ്യൂപ്പിളിന് കഴിയില്ല. ഇനി പ്രകാശം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ പ്യൂപ്പിൾ അങ്ങോട്ട് വികസിച്ചിട്ട് എന്ത് ചെയ്യും? ഈ പ്രകാശത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തുള്ളത്. ഏതാണ്? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ അല്ലെ. നമ്മുടെ കണ്ണില് എന്ത്? പ്രകാശ തീവ്രത ക്രമീകരിക്കുവാൻ ബന്ധപ്പെട്ട ചിത്രീകരണമാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? നെയിം ദ മസിൽ വിച്ച് ഹെൽപ് ടു റെഗുലേറ്റ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. ഏതൊക്കെ മസിൽസ് ആണ് സഹായിക്കുന്നത് അല്ലെ? ഏതൊക്കെ മസിൽസ് ആടാ? സർക്കുലാർ മസിൽസും. പിന്നെ ഏതാ മക്കളെ? സർക്കുലാർ മസിൽസും ഉണ്ട്. പിന്നെ ഏതാണ്? റേഡിയൽ മസിൽസും ഉണ്ട് അല്ലെ. സർക്കുലാർ മസിലും ഉണ്ട്, റേഡിയൽ മസിൽ. ഈ 2 മസിലുകളാണ് എന്തിനു സഹായിക്കുന്നത്? പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. വലയപേശിയും പിന്നെ ഏതാണ്? റേഡിയൽ പേശിയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഷോസ് ദ കണ്ടീഷൻ ഓഫ് പ്യൂപ്പിൾ ഇൻ ദ ഡിം ലൈറ്റ് അല്ലെ. മിസ് പറഞ്ഞിട്ട് ഡിം ലൈറ്റിൽ ഏത് ചിത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലെ. ഡിം ലൈറ്റിനെ സൂചിപ്പിക്കുന്നത് ഏത് ചിത്രമാണ്? ഏതാണ് മക്കളെ? എ ആണ് അല്ലെ. ബി ക്വസ്റ്റ്യൻ ഏതാണ്? എ ആണ്. അപ്പൊ നോക്കടാ, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും അല്ലെ. നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിളിലേക്ക് നല്ല രീതിയിൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ ഈ പ്യൂപ്പിൾ എന്താ ചെയ്യുക? അതിൻ്റെ ഉള്ളിലുള്ള പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങാണ് ചെയ്യുക. ഏത് സമയത്ത്? ബ്രൈറ്റ് ലൈറ്റിൽ അല്ലെ. ഏത് സമയത്ത് മക്കളെ? ബ്രൈറ്റ് ലൈറ്റിൽ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് മക്കളെ? നമ്മുടെ കണ്ണിൽ എന്താണ്? പ്രകാശം കുറവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അല്ലെ. നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കും. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അത് ഏത് കണ്ടീഷനിലാണ്? ഡിം ലൈറ്റിൽ. അപ്പൊ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാടാ? എന്താണ് ക്വസ്റ്റ്യൻ? ഏതാണ് അല്ലെ ഡിം ലൈറ്റിൽ സൂചിപ്പിക്കുന്നത് ഏതാ? അപ്പൊ മക്കളെ, ഏതാ ഡിം ലൈറ്റിൽ സൂചിപ്പിക്കുന്നത്? ഏത് ചിത്രാടാ? എ ആണ്. ഡയഗ്രാം ഏതാണ്? എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ പ്രോസസ് അല്ലെ. എന്താണ് ഈ ടേബിൾ മക്കള് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കടാ, ഡിം ലൈറ്റിൽ ഏത് മസിലിന്റെ ആക്ഷൻ ആണ്? ഡിം ലൈറ്റിൽ ഏതാണ് മക്കളെ? നമ്മുടെ റേഡിയൽ പേശിയാണ് അല്ലെ. റേഡിയൽ പേശി. ഇനി ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിൽ ഏതാണ്? ബ്രൈറ്റ് ലൈറ്റിൽ ഏത് പേശിയാണ് സഹായിക്കുന്നത്? നമ്മുടെ വലയ പേശിയാണ്. അല്ലെങ്കിൽ ഏതാണ്? സർക്കുലാർ മസിൽ ആണ് അല്ലെ. ഏതാണ്? സർക്കുലാർ മസിൽ. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുന്നത്? വലയ പേശി.
ഇനി എന്താണ് പ്യൂപ്പിളിലുള്ള മാറ്റം എന്നുള്ളതാണ് അല്ലെ. റേഡിയൽ മസിൽസിന്റെ സമയത്ത്, അതായത് ഡിം ലൈറ്റ് വരുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്? പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? സൈസ് ഇൻക്രീസസ് ആണ്. ലൈറ്റ് ഇല്ലെങ്കിൽ എവിടെ നിന്നാണോ ഉള്ള ലൈറ്റ് അതെല്ലാം എന്ത് ചെയ്യും? വലിച്ചെടുക്കാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യും? പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. രണ്ടാമത്തെ എന്താ മക്കളെ? ബ്രൈറ്റ് ലൈറ്റിൽ അല്ലെ, ടോർച്ച് നേരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങാണ് ചെയ്യുക. അപ്പൊ എന്താണ്? പ്യൂപ്പിൾ സൈസ് എന്ത് ചെയ്യുന്നു? പ്യൂപ്പിളിന്റെ സൈസ് എന്താ മക്കളെ? ഡിക്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഡിം ലൈറ്റിൽ എന്താ ചെയ്യുന്നത് പ്യൂപ്പിള്? ബ്രൈറ്റ് ലൈറ്റിൽ എന്താ സംഭവിക്കുന്നത് അല്ലെ. ബ്രൈറ്റ് ലൈറ്റിൽ എന്താ മക്കളെ? ഏത് മസിലാണ് അവിടെ ഉള്ളത്? നമ്മുടെ സർക്കുലാർ മസിൽ ആണ് അല്ലെ. ഏത് മസിലാണ്? സർക്കുലാർ മസിൽ. ഇനി ഡിം ലൈറ്റിലാണെങ്കിൽ ഏത് മസിലാണ്? റേഡിയൽ മസിലാണ്. ഏതാണ്? റേഡിയൽ മസില്. ഇനി പറഞ്ഞ രണ്ട് ആലോചന കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലാർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. ഡിം ലൈറ്റിൽ ഏതാണ്? നമ്മുടെ റേഡിയൽ മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്. സർക്കുലാർ മസിൽ ബ്രൈറ്റ് ലൈറ്റിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്. എന്തിനാണ് വ്യത്യാസം ഉള്ളത്? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസിൽ മാത്രമാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. ബ്രൈറ്റ് ലൈറ്റിലെ പ്യൂപ്പിളിന് എന്താ മക്കളെ സംഭവിക്കുന്നത്? പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നടാ? ഡിക്രീസസ് ആണ്. എന്താണ്? ഡിക്രീസസ്. ഇനി ഡിം ലൈറ്റിലാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിന് എന്താ സംഭവിക്കുന്നത്? പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. കിട്ടിയോ? ഇതാണ് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ആലോചിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് മസിൽ എപ്പോഴെങ്കിലും മാറിപ്പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഡിം ലൈറ്റിൽ റേഡിയലിലും നമ്മുടെ ഡി ഉണ്ട്, റേഡിയൽ മസിൽ ആണെന്ന് ആലോചിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിൽ വരിക? നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിൽ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മലയാളം മീഡിയം നോക്കിക്കേ. മങ്ങിയ പ്രകാശത്തിൽ ഏത് മസിലാണ് മക്കളെ? നമ്മുടെ റേഡിയൽ പേശിയാണ്. ഏത് പേശിയാണ്? റേഡിയൽ പേശി. ഇനി നോക്കട്ടെ, തീവ്ര പ്രകാശത്തിൽ ഏത് പേശിയാണ്? നമ്മുടെ വലയ പേശിയാണ് അല്ലെ. ഏത് പേശിയാണ്? വലയ പേശി. പ്യൂപ്പിളിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കുന്നു? പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? അതിന്റെ എന്ത് കൂട്ടുന്നു? സൈസ് എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. മങ്ങിയ പ്രകാശത്തിൽ എന്താണ്? കൂടുന്നു. ഇനി എന്താണ്? തീവ്ര പ്രകാശത്തിൽ എന്താ മക്കളെ ചെയ്യുന്നത്? കുറയുന്നു. എന്താ മക്കളെ? കുറയുന്നു. അപ്പൊ ക്ലിയർ ആണല്ലോ? ആ ചിത്രവും മക്കൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഏതാണ് മങ്ങിയ പ്രകാശത്തിൽ, ഏതാണ് തീവ്ര പ്രകാശത്തിൽ. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇയർ ആണ് അല്ലെ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ABCD. നോക്കടാ, എ എന്താണ് മക്കളെ? നമ്മുടെ ഏതാണ്? സെമി സർക്കുലാർ കനാലാണ്. ഏതാണ്? സെമി സർക്കുലാർ കനാൽ. ബി എന്താ മക്കളെ? വെസ്റ്റിബ്യൂൾ ആണ് അല്ലെ. ഏതാണ്? വെസ്റ്റിബ്യൂൾ. സി എന്താണ് മക്കളെ? നോക്കടാ, മാറിപ്പോവരുത്. ഏതാണ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററി കനാൽ ആണ് അല്ലെ. ഏതാണ് മക്കളെ? ഓഡിറ്ററി കനാൽ, ശ്രവണ നാഡിയാണ്. ഡി എന്താണ് മക്കളെ? ഒച്ചിനെ പോലെ ചുരുണ്ടത്. ഏതാണടാ? കോക്ലിയയാണ്. ഏതാണ്? കോക്ലിയ. ഇപ്പൊ ക്ലിയർ ആയോ? 4 പാർട്ട് നോക്കിക്കോ. ഒന്നാമത്താണ് സെമി സർക്കുലാർ കനാൽ. ബി എന്താണ്? വെസ്റ്റിബ്യൂൾ ആണ്. സി എന്താ മക്കളെ? ഓഡിറ്ററി കനാൽ ആണ്. ഡി എന്താണ്? കോക്ലിയയാണ്. 4 പാർട്ട് കിട്ടിയില്ലേ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വേർ ഇ ഈസ് കണക്റ്റഡ് അല്ലെ. ഈ ഏത് ഭാഗമായിട്ടാണ് കണക്ട് ചെയ്തത്? ആരുടെ? നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഭാഗമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ. ഏതാണ് മക്കളെ? പറഞ്ഞ ഏത് ഭാഗമായിട്ടാണ്? സെറിബെല്ലം ആണ്. ഏതാണ് മക്കളെ? സെറിബെല്ലം. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബെല്ലം ആണ്. മാറിപ്പോരുത് മക്കളെ. നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത് ഏത് ഭാഗമായിട്ടാണ്? സെറിബെല്ലമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ നേരെ എങ്ങോട്ടേക്കാണ് ഈ ഇമ്പൾസിനെ എത്തിക്കുന്നത്? സെറിബെല്ലത്തിലേക്കാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് എ ആൻഡ് ബി ഹെൽപ് ടു മെയിൻറ്റെയിൻ ബോഡി ബാലൻസ് അല്ലെ. എയും ബിയും എങ്ങനെയാണ് നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത് എന്നല്ലേ. ആരാ മക്കളെ? എ എന്താ? ബി എന്താ പറഞ്ഞേ? സെമി സർക്കുലാർ കനാലും പിന്നെ ഏതാണ്? വെസ്റ്റിബ്യൂളുമാണ് അല്ലെ. അർദ്ധവൃത്താകാര കുഴലുകളും പിന്നെ ഏതാണ്? വെസ്റ്റിബ്യൂളും. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിക്കോ. നമ്മുടെ ബോഡി ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ ആലോചിക്കണം എന്തിനനുസരിച്ചിട്ടാണ്? നമ്മുടെ തലയുടെ ചലനത്തിനനുസരിച്ചിട്ടാണ്, ഹെഡിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ടാണ്.
അപ്പൊ എന്താണ് ബോഡി ബാലൻസ് ഈസ് മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് വിത്ത് ദ എന്താണ് മൂവ്മെന്റ് ഇൻ ദ ഹെഡ് ആണ് അല്ലെ. എന്താ മക്കളെ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തല നന്നായിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വെസ്റ്റിബ്യൂളും സെമി സർക്കുലാർ കനാലും ഫില്ല് ചെയ്തിട്ടുള്ള ആരാണ്? ഈ എൻഡോ ലിംഫ്. ആരാ മക്കളെ? എൻഡോ ലിംഫ് എന്തും ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. തല അനങ്ങുന്നു. തല അനങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ എൻഡോ ലിംഫിലും എന്തുണ്ടാകുന്നു? ചലനമുണ്ടാകുന്നു. മൂന്നാമത്തെ എന്താണ്? അങ്ങനെ ചലനമുണ്ടാകുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ആരാണ് മക്കളെ? നമ്മുടെ സെൻസറി ഹെയർസ്, രോമകോശങ്ങളിലും എന്തുണ്ടാവുന്നു? ചലനമുണ്ടാവുന്നു. അപ്പൊ അവിടെ ചലനം ഉണ്ടാവുന്നത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഇമ്പൾസ് ഉണ്ടാക്കുന്നു അല്ലെ. എന്തുണ്ടാക്കുന്നു? ഇമ്പൾസ്. ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ഈ ഇമ്പൾസ് നേരെ ഏത് വഴിയാണ് പോകുന്നത് മക്കളെ? വെസ്റ്റിബുലാർ നെർവ് വഴി എങ്ങോട്ട് പോകുന്നു? സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? സെറിബെല്ലം. സെറിബെല്ലത്തിൽ പോകുന്നു. നമ്മുടെ ശരീര തുലന നില എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു. അല്ലെങ്കിൽ മക്കളെ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്പ് മക്കൾ ആലോചിക്കേണ്ടത്. തല അനക്കുന്നു. എവിടെ തുടങ്ങടാ? മൂവ്മെന്റ് ഇൻ ദ ഹെഡ്. ഹെഡിലെ മൂവ്മെന്റ് എന്തിലേക്ക് നയിക്കുന്നു? ആരുടെ അനക്കം? നമ്മുടെ എൻഡോ ലിംഫിലും എന്തുണ്ടാവുന്നു? മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു. എൻഡോ ലിംഫിലുള്ള മൂവ്മെന്റ് എന്തിനു നയിക്കുന്നു? സെൻസറി ഹെയർ സെൽസിൽ മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. സെൻസറി ഹെയർ സെൽസിൽ ഉണ്ടാക്കിയിട്ടുള്ള മൂവ്മെന്റ് എന്തിലേക്ക് നയിക്കുന്നു? അവിടെ ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ആവേഗങ്ങൾ ഉണ്ടാവുന്നു. ഈ ആവേഗങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ സെറിബെല്ലത്തിലേക്ക്. ആരാണ് കൊണ്ടുപോകുന്നത്? നേരെ അങ്ങോട്ട് കയറി പോയില്ല. ആരെ കൊണ്ടുപോകൂ? നമ്മുടെ വെസ്റ്റിബുലാർ നെർവ്സ് അല്ലെ. ആരാ കൊണ്ടുപോകുന്നത്? വെസ്റ്റിബുലാർ നെർവ്സ്. എന്നിട്ട് എവിടെ എത്തുന്നു? സെറിബെല്ലത്തിൽ എത്തുന്നു. അവിടെ എന്ത് നടക്കുന്നു മക്കളെ? നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നു. ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. കിട്ടിയോ? കിട്ടിയോടാ? യെസ്. അപ്പൊ മക്കൾ ആലോചിക്കണം, സെറിബെല്ലത്തിലാണ് പോകുന്നത് എന്തിനു വേണ്ടിയിട്ട്? ബോഡി മൂവ്മെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്. നമ്മൾ അടുത്തതും ഇയറിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതാ മക്കളെ? ഐഡന്റിഫൈ എ ആൻഡ് ബി അല്ലെ. ആരാണ് അവിടെ കൊടുത്തേക്കുന്നത്? നമ്മുടെ കോക്ലിയ ആണ് അല്ലെ. കോക്ലിയ. യെസ്. എ എന്താ മക്കളെ? ബി എന്താ പറഞ്ഞേ? എ എന്താണ്? ഓവൽ വിൻഡോ ആണ് അല്ലെ. ഏതാണ്? ഓവൽ വിൻഡോ. ബി എന്താണ് മക്കളെ? റൗണ്ട് വിൻഡോ. ഏതാണ്? റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോയും പിന്നെ ഏതാ മക്കളെ കൊടുത്തേക്കുന്നത്? റൗണ്ട് വിൻഡോയും ആണ് കൊടുത്തേക്കുന്നത് അല്ലെ. ആദ്യത്തെ ഏതാണ്? ഓവലും. രണ്ടാമത്തെ ഏതാ മക്കളെ? റൗണ്ട് വിൻഡോയും ആണ്. നെയിം ദ മെംബ്രെയിൻ അസോസിയേറ്റഡ് വിത്ത് സ്റ്റേപ്പിസ് അല്ലെ. സ്റ്റേപ്പിസുമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലം ഏതാണ് അല്ലെ. സ്റ്റേപ്പിസിനോട് ഒട്ടിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഏത് ഭാഗമാണ്? നമ്മുടെ ഓവൽ വിൻഡോ ആണ് അല്ലെ. ഏതാ മക്കളെ? ഓവൽ വിൻഡോ. കിട്ടിയോ? ഏതാടാ? ഓവൽ വിൻഡോ ആണ് അല്ലെ. യെസ്. ഇനി അടുത്ത നോക്കടാ. ഹൗ ആർ ഇമ്പൾസ് ഫോംഡ് ഇൻ ദ കോക്ലിയ അല്ലെ. കോക്ലിയയിൽ എങ്ങനെയാണ് ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ ശരീര തുലന നില പാലിക്കുന്ന എങ്ങനെ ആവേഗങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അല്ലെ. ഇനി ഏതാ നമ്മൾ നോക്കുന്നത്? കോക്ലിയയിൽ എങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്? ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നോക്കിയാലോ. ആദ്യം തന്നെ നോക്കടാ. നമ്മുടെ എങ്ങോട്ടേക്ക് സൗണ്ട് വേവ്സ് വരുന്നു അല്ലെ. ആര് വരുന്നടാ? സൗണ്ട് വേവ്സ് അല്ലെ. സൗണ്ട് വേവ്സ് എവിടേക്കാണ് എത്തുന്നത്? നമ്മുടെ പിന്നയിലേക്ക് വരുന്നു അല്ലെ. പിന്നീട് നേരെ എങ്ങോട്ടാ മക്കളെ കടക്കുന്നത്? നമ്മുടെ ചെവിക്കുടയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ഓഡിറ്ററി കനാലിലേക്ക് പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിൽ നിന്ന് അടുത്തത് എങ്ങോട്ടേക്കാണ് കടക്കുന്നത്? ടിംപാനത്തിലേക്ക് കടക്കുന്നു അല്ലെ. എങ്ങോട്ടാ മക്കളെ? ടിംപാനം. ടിംപാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ അവിടെ എങ്ങോട്ടേക്കാണ് ഈ ഒരു വൈബ്രേഷൻ പോകുന്നത്? നമ്മുടെ ഇയർ ഒസിക്കിളിലേക്കാണ്. എങ്ങോട്ടാ മക്കളെ? ഇയർ ഒസിക്കിൾ. ഇനി നോക്കണം. ഇയർ ഒസിക്കിളിലുള്ള വൈബ്രേഷൻ അടുത്തത് കടക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഇയറിലേക്കാണ്. ഇന്റേണൽ ഇയറിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വൈബ്രേഷൻ നേരെ എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ ഈ ഒരു ഓവൽ വിൻഡോയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അവിടെ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോക്ലിയയിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. മക്കളെ ഈ കോക്ലിയയിലുള്ള ഇവിടെയുള്ള ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും.
അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും മക്കളെ സംഭവിക്കുന്നത്? അതിലുള്ള ഹെയർ സെൽസ് അല്ലെ, സെൻസറി ഹെയർ സെൽസ്, രോമകോശങ്ങളും എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ആ രോമകോശങ്ങളെ നമ്മൾ എന്താണ് വിളിച്ചത്? ഓർഗൻ ഓഫ് കോർട്ടി. എന്താ വിളിക്കുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി. അതും എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റഡ് ആവുന്നു. എന്ത് ജനറേറ്റ് ചെയ്യുന്നു മക്കളെ? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഇമ്പൾസ് നേരെ എവിടേക്ക് എത്തുന്നു? നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു. സെറിബ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണോ? നമുക്ക് സൗണ്ട് എന്നുള്ള എന്തുണ്ടാവുന്നു? സൗണ്ട് ഒരാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നു. കേൾവി എന്ന അനുഭവം അവിടെ എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. ഇത്രയുള്ള എന്ത്, എങ്ങനെയാണ് നമ്മുടെ കോക്ലിയയിൽ ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഭാഗം. അപ്പൊ കിട്ടിയ മക്കളെ, ആദ്യം നമ്മുടെ ഏത് ഭാഗമാണ്? ചെവിക്കുട. ചെവിക്കുടയിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഓഡിറ്ററി കനാൽ അല്ലെ. ഓഡിറ്ററി കനാലിന് എങ്ങോട്ടേക്കാ പോകുന്നത്? ടിംപാനം. ടിംപാനത്തിൽ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇയർ ഒസിക്കിൾ. എവിടേക്കാ പോകുന്നത് മക്കളെ? ഇയർ ഒസിക്കിൾ. ഇയർ ഒസിക്കിൾ കഴിഞ്ഞാൽ നോക്കടാ, ഏത് ഭാഗമാണ്? നമ്മുടെ ഓവൽ വിൻഡോ ആണ് അല്ലെ. ഓവൽ വിൻഡോയില് എന്തുണ്ടാവുന്നു? മൂവ്മെന്റ് ഉണ്ടാവുന്നു. ഈ വൈബ്രേഷൻ ഇങ്ങനെ അങ്ങോട്ട് വരും, അവിടെ അങ്ങോട്ട് മൂവ്മെന്റ് ഉണ്ടാവും. അടുത്തത് എന്താ മക്കളെ നടക്കുക? അതിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ഫ്ലൂയിഡ് ചലിക്കുമ്പോൾ അതിലുള്ള ചെറിയ ചെറിയ രോമകോശങ്ങളും എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ആ രോമകോശങ്ങൾ മൂവ് ചെയ്യുന്നു, ഹെയർ സെൽസ് മൂവ് ചെയ്യുന്നു. അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു മക്കളെ? ഇമ്പൾസ് ഉണ്ടാക്കുന്നു അല്ലെ. എന്തുണ്ടാക്കുന്നു? ഇമ്പൾസ്. ജനറേറ്റ് ഇമ്പൾസ്. ഇമ്പൾസസ് നേരെ എങ്ങോട്ടാ പോകുന്നത്? സെറിബ്രത്തിലേക്കാണ്. ആരാ മക്കളെ കൊണ്ടുപോകുന്നത്? ശ്രവണ നാഡിയാണ്. ഏതാണ്? ഓഡിറ്ററി നെർവാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രവണ നാഡിയിലെത്തി നമുക്ക് എന്തുണ്ടാവുന്നടാ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നു അല്ലെ. കേൾവി എന്ന എന്തുണ്ടാവുന്നു? അനുഭവം അവിടെ ഉണ്ടാവുന്നു. ഇത്രയും ക്ലിയർ ആണോ മക്കൾക്ക്? നല്ലപോലെ ഈ ഭാഗം പഠിച്ചിട്ടേ പോകാവൂടാ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. ചിത്രം കണ്ടില്ലേ? ഇത് ഏത് ഭാഗമാണ് മക്കളെ കൊടുത്തേക്കുന്നത്? നമ്മുടെ നാവിന്റെ ഭാഗമാണ് അല്ലെ. നാവിലെ ഏത് മുകുളമാണ് ഉള്ളത്? സ്വാദ മുകുളമാണ് ഉള്ളത്. അല്ലെങ്കിൽ എന്താണ്? ടേസ്റ്റ് ബഡ് ആണ് അല്ലെ. ഏതാ മക്കളെ? ടേസ്റ്റ് ബഡ് ആണ്. And which is the receptor related to this figure? അല്ലെ, ഈ ഒരു ഫിഗറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഗ്രാഹിയാണ്? നമ്മുടെ നാവിൽ ഏത് ഗ്രാഹിയാണ് ഉള്ളത്? രാസഗ്രാഹിയാണ് ഉള്ളത്. ഏതില്ലെങ്കിൽ ഏതാണ്? കീമോ റിസപ്റ്റർ. ഏതാ മക്കളെ? കീമോ റിസപ്റ്റർ ആണ്. ഏത് റിസപ്റ്റർ ആടാ? രാസഗ്രാഹി അല്ലെങ്കിൽ ഏതാണ്? കീമോ റിസപ്റ്റർ. സി ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വാട്ട് ആർ ദ ഡിഫറെന്റ് ടേസ്റ്റസ് അല്ലെ. നമുക്ക് നാവില് നമുക്ക് ഏതൊക്കെ രുചികളാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. ഏതൊക്കെ രുചികളാണ് മക്കളെ ഉള്ളത്? ഉപ്പുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഉപ്പ്. പിന്നെ ഏതാ മക്കളെ? നമ്മുടെ മധുരം. പിന്നെ ഏതാണ്? കയ്പ്. പിന്നെ ഏതാ മക്കളെ? പുളി അല്ലെ, ബിറ്റർ. ദെൻ പിന്നെ ഏതാണ്? ഉമാമി. ഏതാണ്? ഉമാമി. ഈ 5 രുചികളാണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ നാവിലെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? നമ്മുടെ നാവിൽ കാണുന്ന ഗ്രാഹി ഏതാന്നല്ലേ. ഏത് ഗ്രാഹിയാണ്? കീമോ റിസപ്റ്റർ അല്ലെങ്കിൽ ഏതാണ്? രാസഗ്രാഹി. പിന്നെ ഏത് മുകുളം എവിടെ എന്താണ് ഇത് കൊടുത്തേക്കുന്നത്? ഇത് എന്താ മക്കളെ? നമ്മുടെ ടേസ്റ്റ് ബഡ് ആണ് അല്ലെങ്കിൽ ഏതാണ്? നമ്മുടെ നാവിലുള്ള മുകുളങ്ങളാണ്. പിന്നെ ഏതൊക്കെ രുചികളാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ടേസ്റ്റ്, അതായത് നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ്? സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് അറേഞ്ച് ദം പ്രോപ്പർലി അല്ലെ. ഏതൊക്കെയാണ് നമ്മുടെ ടേസ്റ്റ് അറിയുന്നതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർഡർ ആക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മക്കളെ? substances responsible for taste dissolved in the saliva അല്ലെ. നമുക്ക് എന്താണ് രുചിക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ എന്തിൽ അലിയുന്നു? നമ്മുടെ ഉമിനീരിൽ അലിയുന്നു അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ഭക്ഷണം അലിയുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ഉമിനീരാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റൻസസ് റീച്ച് ദ ടേസ്റ്റ് ബഡ്. നാവിൽ എന്താ ഉള്ളത്? ടേസ്റ്റ് ബഡ് ആണ് അല്ലെ. ഏതാണ്? സ്വാദമുകുളങ്ങൾ. അപ്പൊ ഈ സ്വാദമുകുളങ്ങളിൽ എന്ത് അലിയുന്നു? നമ്മുടെ സബ്സ്റ്റൻസ് എത്തുന്നു അല്ലെ. പദാർത്ഥങ്ങൾ എങ്ങോട്ടേക്ക് എത്തുന്നു? നമ്മുടെ സ്വാദമുകുളങ്ങളിലേക്ക് എത്തുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ മക്കളെ? ടേസ്റ്റ് ഡിക്റ്റേറ്റിംഗ് കീമോ റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് അല്ലെ. നാവിലെ ഏത് ഗ്രാഹിയാണുള്ളത്? രാസഗ്രാഹിയാണ്. ഈ രാസഗ്രാഹി എന്ത് ചെയ്യുന്നു? ഉദ്ദീപനം നടക്കുന്നു. രാസഗ്രാഹിയിൽ എന്ത് നടക്കുന്നു? ഉദ്ദീപനം നടക്കുന്നു. അപ്പൊ അതാണ് എന്ത്? മൂന്നാമത്തെ സ്റ്റെപ്പ്.
ഇനി നാലാമത്തെ എന്താ മക്കളെ? ഉദ്ദീപനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സൃഷ്ടിക്കും? ആവേഗങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ എന്ത് ഫോർത്ത് സ്റ്റെപ്പ്. ഇനി അടുത്ത് നോക്കണം, അടുത്ത ഏതൊക്കെയാണുള്ളത്? ഇമ്പൾസ് നേരെ എങ്ങോട്ടേക്ക് എത്തണം? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തണം അല്ലെ, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പൊ ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ടേസ്റ്റ്, അവിടെ നമ്മൾ രുചി അറിയുന്നു. അപ്പൊ നോക്കടാ, നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ നെർവ്സ് അല്ലെ, നെർവ്സിലൂടെ എങ്ങോട്ടേക്ക് എത്തി? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തി. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ഫോം ദ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ് അല്ലെ, എന്ത്? രുചി എന്ന അനുഭവം എന്ത് ഉണ്ടായി? അപ്പൊ ക്ലിയർ ആയോ? ആദ്യം നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഉമിനീരിൽ ലയിക്കുന്നു. ഉമിനീരിൽ ലയിച്ചു കഴിഞ്ഞാൽ ഉമിനീരിൽ നമ്മുടെ നാവിലുള്ളത് ഏതാ? സ്വാദുമുകുളങ്ങൾ അല്ലെ, അതായത് എന്താണ്? നമ്മുടെ സ്വാദുമുകുളങ്ങളിൽ പദാർത്ഥങ്ങൾ എത്തുന്നു. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ കീമോ റിസപ്റ്റർ, രാസഗ്രാഹിക്ക് എന്തുണ്ടാവുന്നു? ഉദ്ദീപനം നടക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഉദ്ദീപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി ആവേഗങ്ങൾ വെറുതെ അവിടെ ഇരുന്ന കാര്യമുണ്ടോ? എവിടെ എത്തണം? മസ്തിഷ്കത്തിൽ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? നമ്മൾ രുചി അറിയുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നോക്കി പോവാ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. തെറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തിരുത്തി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ വക്രത കൂടുന്നു. അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ, അപ്പൊ നോക്കടാ, ഇപ്പൊ നമ്മുടെ കണ്ണ് ലെൻസ് ഇവിടെ ഉണ്ട് അല്ലെ, നമ്മൾ അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ലെൻസ് എന്താ ചെയ്യുക? വികസിക്കുകയാണ് ചെയ്യുക. അതിന്റെ വക്രത, കർവേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുക. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വിട്രിയസ് ദ്രവം രക്തത്തിൽ നിന്നുണ്ടാവുകയും രക്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഓർത്ത് നോക്കണം, അത് വിട്രിയസ് തന്നെയാണോ? അല്ലല്ലോ, അക്വസ് ദ്രവമാണ്. ഏതാ മക്കളെ? എ, ബി എന്താണ്? തെറ്റാണ്. ആ വിട്രിയസ് ദ്രവം ഏത് ദ്രവമാണ്? രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നത് ഏത് ദ്രവമാണ്? അക്വസ് ദ്രവമാണ്. ഏതാ മക്കളെ? അക്വസ് ദ്രവം. കിട്ടിയോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ആന്തരകർണത്തിലെ സ്തര അറയ്ക്കുള്ളിൽ പെരിലിംഫ് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ആന്തരകർണത്തില് എന്തുണ്ട്? ഒരു ബോണി ലാബ്രിന്ത് ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ടുള്ളത് ഏതാണ്? മെംബ്രേനിയസ് ലാബ്രിന്ത് ആണ് അല്ലെ, അതായത് സ്തര അറയുണ്ട്, പിന്നെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയുണ്ട്. അപ്പം ഏത് ലിംഫാണ്? എന്താണ് അതിൽ നിറഞ്ഞിരിക്കുന്നത് മക്കളെ? പെരി ലിംഫാണോ എൻജോ ലിംഫാണോ? ഏത് ലിംഫാണ്? തെറ്റാണ്. ഏത് ലിംഫാണ്? എൻജോ ലിംഫാണ്. ഏതാ മക്കളെ? എൻജോ ലിംഫാണ് ആൻസർ. ഇനി നോക്കടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. എഗെയിൻ തെറ്റാണ് മക്കളെ. യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ അതല്ല അല്ലെ. ആരാണ് നമ്മളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഇയർ ഒസിക്കിൾ ആണ്. ആരാ മക്കളെ? ഇയർ ഒസിക്കിൾ ആണ്. കിട്ടിയോ? 4 എണ്ണത്തില് നമ്മൾ കണ്ടതിൽ ഏത് മാത്രമാണ്? 3 എണ്ണം മാത്രമേ തെറ്റായിട്ടുള്ളതുള്ളൂ, 1 ശരിയാണ്. അപ്പൊ ശരിയുള്ളത് മക്കൾ മാറ്റി എഴുതണ്ട, തെറ്റായിട്ടുള്ള ഭാഗം മാത്രം എന്ത് ചെയ്യുക? തിരുത്തി എഴുതാം. അപ്പം അക്വസ് ദ്രവം എന്താണ്? രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആന്തരകർണത്തിലെ സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞ ദ്രവം ഏതാണ്? ഏത് ദ്രവമാണ് മക്കളെ? എൻജോ ലിംഫാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ കർണപടത്തിലെ കമ്പനങ്ങളെ എങ്ങോട്ടേക്ക് എത്തിക്കുക? ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഇയർ ഒസിക്കിൾ ആണ് മക്കളെ. ഏതാണ്? ഇയർ ഒസിക്കിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ ഇനി ഇങ്ങോട്ട് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യെസ്, എന്താ മക്കളെ? ഗിവ് റീസൺ ഫോർ ദ ഫോളോയിങ് അല്ലെ, തന്നിരിക്കുന്നതിന്റെ കാരണം എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദർ ഇസ് നോ വിഷൻ ഇൻ ദ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തില്ല? വിഷൻ ഇല്ല. എന്താ മക്കളെ കാരണം? നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തില്ലടാ? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല അല്ലെ. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ അതിന്റെ കാരണം എഴുതുക? ലാക്ക് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ? ആബ്സെൻസ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെ. എന്താ ചെയ്താ? ആബ്സെൻസ് ഓഫ്
ആബ്സെൻസ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്താണ് മക്കളെ? ഇല്ല, ലാക്കാണ്, അവിടെ കാണുന്നില്ല. അതിനെക്കൊണ്ടാണ് എന്തില്ലാത്തത്? വിഷൻ ഇല്ലാത്തത്. അന്ധബിന്ദുവിൽ എന്തില്ല? കാഴ്ചയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. പേഴ്സൺ വിത്ത് കളർ ബ്ലൈൻഡ്നസ് ആർ നോട്ട് സെലക്ടഡ് ഫോർ ജോബ് ലൈക്ക് ഡ്രൈവർ ആൻഡ് പൈലറ്റ്. അല്ലെ, നമ്മൾ കളർ ബ്ലൈൻഡ്നസ് ഉള്ള ആൾക്കാരെ ഡ്രൈവർ ജോലിക്കോ അല്ലെങ്കിൽ പൈലറ്റ് ജോലിക്കോ ഒന്നും എടുക്കുന്നില്ല അല്ലെ. എന്താ കാരണം മക്കളെ? എന്താണ് കളർ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ? ആലോചിച്ച് നോക്കണം. കളർ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺ സെൽസ്, കോൺ കോശങ്ങൾ എന്താവുന്നു? തകരാറിലാവുന്നു. കോൺ കോശങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും? ഈ ചുവപ്പ് പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പൈലറ്റ് ആക്കിയാൽ എന്തായിരിക്കും നടക്കുക? ചുവപ്പാണോ പച്ചയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ അവരെ ഒന്നും എന്തിലേക്ക് എടുക്കില്ല? ഈ പൈലറ്റ് ഡ്രൈവർ ജോലിക്ക് എടുക്കില്ല. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക? കോൺ സെൽസ് എന്താവുന്നു? നശിക്കുന്നു. അങ്ങനെ ആവുമ്പോ എന്തിലേക്ക്? ദ പേഴ്സൺ കാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷിയേറ്റ്. ഏതൊക്കെ കളേഴ്സ് ആണ് മക്കളെ? ഗ്രീൻ ആൻഡ് റെഡ് അല്ലെ. അതായത് ചുവപ്പ് പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ റിസൾട്ട് ഇൻ ദ നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെ. എന്തിലേക്ക് നയിക്കുന്നു? നിശാന്തതയിലേക്ക് നയിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ റോഡോപ്സിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാവാൻ സഹായിക്കുന്നത് ഏതാണ് മക്കളെ? നമ്മുടെ വിറ്റാമിൻ എ എന്ന ഘടകമാണ്. അപ്പം ഈ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? റോഡോപ്സിന്റെ പുനർനിർമ്മാണം അവിടെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുന്നു. വിറ്റാമിൻ എ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ എന്തായിരിക്കും? റോഡോപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പിഗ്മെന്റ് ആണ് അല്ലെ. ഈ റോഡോപ്സിന്റെ എന്ത് തടസ്സപ്പെടുന്നു? പുനർനിർമ്മാണം എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുന്നു. അപ്പം എന്തിലേക്ക് നയിക്കും? നിശാന്തതയിലേക്ക് നയിക്കും അല്ലെ. നമുക്ക് ഡിം ലൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യനും കിട്ടിയോ? അന്ധബിന്ദുവിൽ കാഴ്ചയില്ല, അവിടെ എന്തില്ല? പ്രകാശഗ്രാഹികൾ ഇല്ല, അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കളർ ബ്ലൈൻഡ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു അല്ലെ. കളർ ബ്ലൈൻഡ്നസ് ആലോചിക്കുന്നതിന് മക്കളായിരിക്കണം അവിടെ കോൺ സെൽസ് എന്തായിട്ടുണ്ട്? നശിച്ചിട്ടുണ്ട്. കോൺ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചുവപ്പ് പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നമ്മൾ എന്താ നോക്കിയിരുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ് അല്ലെ. ഡിം ലൈറ്റിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. യെസ്, അതെന്താണ് കാരണം? വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റോഡോപ്സിന്റെ അഭാവം അല്ലെ, റോഡോപ്സിന്റെ പുനർനിർമ്മാണം അവിടെ തടസ്സപ്പെടും. അപ്പൊ അത് എന്തിലേക്ക് നയിക്കും? നിശാന്തത എന്ന കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. കിട്ടിയോടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ. പ്ലനേറിയ നമ്മളിപ്പോ മനുഷ്യന്മാരുടെ എല്ലാ പാർട്സും നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ നമ്മൾ അതർ ഓർഗാനിസത്തിലേക്കാണ് കിടക്കുന്നത് അല്ലെ. പ്ലനേറിയയില് ഏതാണ് അവരുടെ സെൻസറി ഓർഗൻ എന്ന് പറഞ്ഞാൽ മക്കളെ? ഐ സ്പോട്ട് ആണ്. ഏതാണ്? ഐ സ്പോട്ട്. അപ്പൊ ഈച്ചയില്, അതായത് നമ്മുടെ ഹൗസ് ഫ്ലൈയിലെ നമ്മൾ എത്ര അടിച്ചു കൊല്ലാൻ നോക്കിയാലും നമുക്ക് കിട്ടില്ലല്ലോ നമ്മളെ കയ്യില്. യെസ്, അപ്പൊ ഈച്ചക്ക് എന്താണ് പ്രത്യേകത ഉള്ളത്? അവർക്ക് എന്തുണ്ട് മക്കളെ? ഒമാറ്റീഡിയ. എന്താ ഉള്ളത്? ഒമാറ്റീഡിയ ഉണ്ട് അല്ലെ. ഒമാറ്റീഡിയ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടേ പോകാവൂ. ഹൗസ് ഫ്ലൈയിൽ ഏതാ മക്കളെ ഉള്ളത്? ഒമാറ്റീഡിയ ആണ് അല്ലെ. ഏതാണോ? ഒമാറ്റീഡിയ. യെസ്, other important question ആണ്. നോക്കണം. The features of fluid in the eye is given below. Analyze the following and answer the question. അല്ലെ. ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻടു ദ ബ്ലഡ്. രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഫ്ലൂയിഡ് അല്ലെ. ഏതാണ് മക്കളെ അവിടുത്തെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫ്ലൂയിഡ് ആണ്? അക്വസ് ഹ്യൂമർ ആണ്. ഏതാണ് മക്കളെ? അക്വസ് ഹ്യൂമർ. തെറ്റിക്കരുതടാ. ഏതാണ്? അക്വസ് ഹ്യൂമർ ആണ്. രണ്ടാമത്തെ, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ അല്ലെ. എന്താണ് അതിന്റെ ധർമ്മം എന്നുള്ളത്? എന്താ മക്കളെ അക്വസ് ഹ്യൂമറിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ കലകൾക്ക് എന്ത് കൊടുക്കുന്നു? പോഷണവും ഓക്സിജനും നൽകുന്നു. കണ്ണിലെ കലകൾക്ക് എന്ത് കൊടുക്കുന്നു? ന്യൂട്രിയൻസും ഓക്സിജനും നൽകുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ അക്വസ് ദ്രവത്തിന്റെ പരിപാടി. നെയിം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഐ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂയിഡ് അല്ലെ. ഈ ഫ്ലൂയിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ് കണ്ണുമായിട്ടുള്ള അസുഖം? എന്ത് അസുഖമാണ്? ഗ്ലോക്കോമയാണ്. ഏതാണ് മക്കളെ? ഗ്ലോക്കോമ.
തെറ്റിക്കരുതടാ. ഈ നമ്മുടെ കണ്ണിൽ നിന്ന്, അതായത് രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യുന്നു. ഇവര് രക്തത്തിലേക്ക് തിരിച്ചു പോവില്ല. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ തന്നെ തങ്ങി നിന്ന് അവിടുത്തെ പ്രഷർ കൂടി എന്തിനെ നശിപ്പിക്കും? നമ്മുടെ റെറ്റിനേനെ തകർക്കും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോക്കോമ. എന്താ മക്കളെ? ഗ്ലോക്കോമ. തെറ്റിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദിസ് ഡിസീസ് ക്യാൻ ബി റെക്ടിഫൈഡ്? അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഈ രോഗത്തിന് പരിഹരിക്കുന്നത് അല്ലെ? എന്ത് ചികിത്സയാണ് മക്കളെ? ലേസർ ശസ്ത്രക്രിയ ചെയ്താൽ മതി അല്ലെ. നമ്മൾ ലേസർ സർജറി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ആലോചിക്കണം? 2 ദ്രവങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഏതൊക്കെയാണ്? വിട്രിയസും ഉണ്ട്, അക്വസും ഉണ്ട്. അക്വസ് എന്താണ്? അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിന്റെ ധർമ്മം എന്താണ്? അക്വസ് ദ്രവവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അസുഖം ഏതാണ്? ഗ്ലോക്കോമ. ആ അസുഖം നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നു? എങ്ങനെ പരിഹരിക്കുന്നു? ലേസർ ശസ്ത്രക്രിയ. മക്കളെ, നമ്മൾ എഗെയിൻ നമ്മുടെ ചെവിയുമായിട്ടാണ് വന്നേക്കുന്നത്. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന ഫ്ലോ ചാർട്ട് ആണ് താഴെ കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഓരോന്നും ഓരോ പോയിന്റ് കറക്റ്റ് നോക്കി വെച്ചാൽ മതി. ആദ്യത്തെ ഭാഗം ഏതാ മക്കളെ? നമ്മുടെ ശബ്ദ തരംഗങ്ങൾ അല്ലെ. ആദ്യം തന്നെ എന്ത് വരുന്നു? നമ്മുടെ ശബ്ദ തരംഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്താണ്? സൗണ്ട് വേവ്സ് വരുന്നു. ഈ സൗണ്ട് വേവ്സിനെ ആരാ മക്കളെ സ്വീകരിക്കുന്നത്? നമ്മുടെ ചെവിക്കുടയാണ്, അല്ലെങ്കിൽ ഏതാ മക്കളെ? പിന്നം. ഇനി ചെവിക്കുടയിൽ നിന്ന് അടുത്തത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കർണനാളത്തിലേക്കാണ് അല്ലെ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? കർണനാളം. കർണനാളത്തിൽ നിന്നും അടുത്ത എങ്ങോട്ടേക്കാണ് പോകുന്നത്? കർണപടം. എങ്ങോട്ടേക്കാണ്? കർണപടത്തിലേക്ക് പോകുന്നു. നോക്കടാ, കർണനാളത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഓഡിറ്ററി കനാൽ അല്ലെ. എന്താ പറയുന്നത്? ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാലിന് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? യെസ്. ദ നെക്സ്റ്റ് പാർട്ട് ഏതാണ് മക്കളെ? നമ്മുടെ ടിംപാനം ആണ്. ഏതാണ്? ടിംപാനം. ടിംപാനം കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അസ്ഥി ശൃംഖല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഇയർ ഒസിക്കിൾ ആണ് അല്ലെ. ഏതാ മക്കളെ? ഇയർ ഒസിക്കിൾ, അല്ലെങ്കിൽ എന്താണ്? അസ്ഥി ശൃംഖലയിലേക്ക് പോകുന്നു. യെസ്. അസ്ഥി ശൃംഖല കഴിഞ്ഞാൽ നോക്കണം, നമ്മൾ എങ്ങോട്ടേക്ക് കയറാണ്? നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് കയറാണ്. ഏതാണ് ഭാഗം? ഓവൽ വിൻഡോ ആണ് അല്ലെ. ഏത് ഭാഗമാണ് മക്കളെ? ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ അത് നേരെ എങ്ങോട്ടേക്കാണ് മക്കളെ കടക്കുന്നത്? നമ്മുടെ കോക്ലിയയിലേക്കാണ് അല്ലെ. ഏത് ഭാഗമാണ്? ഒച്ചിനെ പോലെ ചുരുണ്ട് കിടക്കുന്ന ആരാണ് മക്കളെ? നമ്മുടെ കോക്ലിയയാണ്. കോക്ലിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗമാണ്? കോക്ലിയയിൽ എന്തുണ്ട്? രോമകോശങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഹെയർ സെൽസ് ഉണ്ട്. ഹെയർ സെൽസ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു? ഇമ്പൾസ് ഉണ്ടാവുന്നു അല്ലെ. ആ കോക്ലിയയില് ഹെയർ സെൽസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആവേഗങ്ങൾ ഉണ്ടാവുന്നു. ആവേഗങ്ങൾ ആരാണ് മക്കളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ ശ്രവണ നാളിയാണ് അല്ലെ. ഏതാണ്? ഓഡിറ്ററി നെർവ് ആണ് അല്ലെ. ഏതാ മക്കളെ? ഓഡിറ്ററി നെർവ്സ്. ഓഡിറ്ററി നെർവ്സ് കഴിഞ്ഞാൽ ഏത് ഭാഗമാണ്? അത് എവിടേക്കാണ് എത്തുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തിലേക്കാണ്? സെറിബ്രം ആണ്. ഏതാ മക്കളെ? സെറിബ്രം. കേൾവി എന്ന അനുഭവമാണെങ്കിൽ സെറിബ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? ശബ്ദ തരംഗങ്ങൾ. ശബ്ദ തരംഗങ്ങൾ എങ്ങോട്ട് പോകുന്നു? പിന്നയിലേക്ക് പോകുന്നു. പിന്നയിൽ നിന്നും പിന്നെ എങ്ങോട്ടേക്കാണ്? ലൈക്ക് നമ്മുടെ ഓഡിറ്ററി കനാൽ, പിന്നെ ഏതാണ്? ടിംപാനം, പിന്നെ ഏതാ മക്കളെ? ഇയർ ഒസിക്കിൾ, ഓവൽ വിൻഡോ, കോക്ലിയ. കോക്ലിയ കഴിഞ്ഞ ഏതാണ്? ഹെയർ സെൽസ്, ദെൻ ഇമ്പൾസ്, പിന്നെ ഏതാ മക്കളെ? ഓഡിറ്ററി നെർവ്സ്, സെറിബ്രം. പിന്നെ നമുക്ക് എന്തുണ്ടാവുന്നു? സെൻസ് ഓഫ് ഹിയറിംഗ് അല്ലെ. കേൾവി എന്ന എന്തുണ്ടാവുന്നു? അനുഭവം ഉണ്ടാവുന്നു. ക്ലിയർ ആയോ? യെസ് മക്കളെ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണ്? ഇൻ ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രസന്റഡ് ബൈ ദ വിശാഖ് ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് ഹി കനോട്ട് ഡിറ്റക്ട് റെഡ് ആൻഡ് ഗ്രീൻ കളർ അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിൽ വിശാഖ് ഗെറ്റ് ദ പെർമിഷൻ ഫോർ ഡ്രൈവിംഗ് ടെസ്റ്റ്? നിങ്ങൾ പറഞ്ഞ കിട്ടുമോ? ഇല്ല അല്ലെ. നോ ആണ് ആൻസർ. എന്താണ്? നോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഡിഫക്ട് ഓഫ് വിശാഖ് ഈസ് നോൺ ബൈ വിച്ച് നെയിം അല്ലെ. ആ അസുഖത്തിന് നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ? എന്താ മക്കളെ അസുഖം? കളർ ബ്ലൈൻഡ്നെസ് ആണ് അല്ലെ. എന്താ അസുഖത്തിന് പേരുന്നത്? കളർ ബ്ലൈൻഡ്നെസ്. റൈറ്റ് ദ റീസൺ ഫോർ ദിസ് അല്ലെ. എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? നമ്മുടെ കണ്ണിലുള്ള എന്ത് തകരാറിലാവുന്നു? കോൺ സെൽസ് തകരാറിലാകുന്നു. കോൺ
സെൽസ് തകരാറിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തിനുള്ള കഴിവുണ്ടാവില്ല? റെഡും അതുപോലെ എന്താണ് ഗ്രീനും എന്ത് ചെയ്യാൻ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാവില്ല. ആ കണ്ടീഷനാണ് എന്ത്? കളർ ബ്ലൈൻഡ്നെസ്. അപ്പൊ ഇത്ര എഴുതി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ണ്, ചെവി, പിന്നെ ഏതാ മക്കളെ നമ്മുടെ നാവ്, ഈ എല്ലാ ഏരിയയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എല്ലാം പഠിച്ചിട്ട് പോയിക്കോണം. ഓക്കെ, ബൈ.